നിങ്ങളൊരു കാർ വാഷ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണോ, അല്ലെങ്കിൽ ഒരു കാർ കെയർ എന്തൂസിയാസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ പ്രൊഫഷണൽ ആണോ, അതുമല്ലെങ്കിൽ കാർ കെയർ പ്രൊഡക്റ്റുകളുടെ സപ്ലയർ ആണോ എങ്കിൽ നിങ്ങളുടേതാണ് ഈ വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നിയാൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നമസ്കാരം. വീഗാസ്റ്റാർ കാർ കെയർ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തിനാണ് വീഗാസ്റ്റാറിന്റെ കാർ കെയർ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണമെന്നും, എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നും, എന്താണ് മറ്റുള്ളവരിൽ നിന്നും വീഗാസ്റ്റാറിനെ വ്യത്യസ്തരാക്കുന്നതെന്നും, എന്ത് തരം കെമിക്കൽസ് ആണ് വീഗാസ്റ്റാറിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതെന്നും വ്യക്തമായി ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ പറഞ്ഞുതരും. ആദ്യം വീഗാസ്റ്റാർ പ്രൊഡക്റ്റുകളുടെ ഒരു ഇൻഡെക്സ് തരാം. വീഗാസ്റ്റാറിന്റെ ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ് ആണ് അണ്ടർ ചേസസ് ക്ലീനർ. അതുപോലെ നമുക്ക് കാർ ഷാമ്പൂ ഉണ്ട്, ഹൈ ഫോമിംഗ് കാർ ഷാമ്പൂ. വാഷ് ആൻഡ് വാക്സ് ഫോമിംഗ് ഷാമ്പൂ ഉണ്ട്, ടയർ പോളിഷ്, ഡാഷ്ബോർഡ് പോളിഷ്, ഗ്ലാസ് ക്ലീനർ. അതുപോലെ തന്നെ വൈപ്പർ ഫ്ലൂയിഡ് ഉണ്ട്, ഇന്റീരിയർ ക്ലീനർ ഉണ്ട്, വാട്ടർ ബേസ്ഡ് എയർ ഫ്രഷ്നേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ വീഗാസ്റ്റാറിന്റെ ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. 60 ലക്ഷം പേര് കണ്ട് സ്വീകരിച്ചൊരു വീഡിയോ ഉണ്ട്, വീഗാസ്റ്റാറിന്റെ വാട്ടർ സ്പോട്ട് റിമൂവർ. ഇത് വീഗാസ്റ്റാറിന്റെ അണ്ടർ ചേസസ് ക്ലീനർ ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വാഹനത്തിന്റെ അടിവശം കഴുകുന്നതിനാണ്. അതുപോലെ തന്നെ റണ്ണിംഗ് പാഡ്, ടയറുകൾ കഴുകാൻ, വീലാർക്ക് കഴുകാൻ, നമ്മുടെ ചവിട്ടി കയറുന്ന ഭാഗങ്ങളെല്ലാം കഴുകാൻ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഇത് ഒരു ഹൈ ഡീഗ്രീസിംഗ് പവർ ഉള്ളതാണ്. 1:20 ആണ്. ഒരു ലിറ്ററിൽ 20 ലിറ്റർ വെള്ളം മിക്സ് ചെയ്യാം. 1:20 ആണ് ഇതിന്റെ റേഷ്യോ. അതുപോലെ തന്നെ ഇതിന് പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് നമ്മൾ എടുത്തു പറയുന്നത് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. അമോണിയ, പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമ്മൾ ഫോർമാലിൻ ഉപയോഗിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമാകും. 50 ലിറ്ററിൽ 750 ലഭ്യമാകും. ഈ ഒരു പ്രൊഡക്റ്റ് അതിന് അടുത്തൊരു വിലയിൽ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടുകയും ചെയ്യും. മറ്റ് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ ഞാൻ 750 രൂപയ്ക്കും 800 രൂപയ്ക്കും കിട്ടുമെന്ന് പറഞ്ഞ പ്രൊഡക്റ്റുകൾ ശരിക്കും നിങ്ങൾക്കൊരു ശ്വാസ തടസ്സം ഉണ്ടാകാറില്ലേ? അതുപോലെ ബാഡ് സ്മെല്ലല്ലേ ഉണ്ടാകുന്നത്. ഇതൊരു പെർഫ്യൂംഡ് ആയിട്ടുള്ള ഡീഗ്രീസർ ആണ്. ഓൺസ് നിങ്ങൾ ഉപയോഗിച്ചാൽ ശരിക്കും ഇതിനെ നിങ്ങൾ വളരെ ഇഷ്ടപ്പെടും. 700ഓളം സംതൃപ്തരായ കാർ വാഷിംഗ് സെന്റേഴ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ അണ്ടർ ചേസസ് ക്ലീനറുടെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഇത് pH ബാലൻസ്ഡ് ആണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്താലും അറിയാം എന്തിനാണ് pH ബാലൻസ്ഡ് അണ്ടർ ചേസസ് ക്ലീനർ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് കാരം, കാസ്റ്റിക് സോഡ, ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലീനിങ് പ്രൊഡക്റ്റുകൾ. ഇതൊരു അബ്സല്യൂട്ട്ലി ബയോഡീഗ്രേഡബിൾ പ്രൊഡക്റ്റ് ആണ്. ഇത് വീഗാസ്റ്റാറിന്റെ കാർ ഷാമ്പൂ ആണ്. ഹൈ ഫോമിംഗ് ആയിട്ടുള്ള ഒരു കാർ ഷാമ്പൂ ആണ്. ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കീപോൾ എന്ന പേരിൽ അല്ലെങ്കിൽ MC എന്നുള്ള പേരിൽ നാട്ടിൽ അറിയപ്പെടുന്ന പല പ്രൊഡക്റ്റുമാണ് കാർ ഷാമ്പൂ എന്നുള്ള വ്യാജ പേരിൽ തരുന്നത്. ശരിക്കും കൗസ്റ്റിക്കോ കാരമോ ഒന്നും കാർ ഷാമ്പൂയിൽ ഉപയോഗിക്കാൻ പാടില്ല. pH ബാലൻസ്ഡ് ആയിരിക്കണം. ഹൈ ഫോമിംഗ് ആയിട്ടുള്ള ഒരു ഫോമിംഗ് ഏജന്റ് ഇതിൽ ഉണ്ടാവണം. ഇപ്പോഴത്തെ പുതിയ വണ്ടികളുടെ പെയിന്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പെയിന്റ് ആണ്. ആ പെയിന്റിന്റെ പുതുമയും അതിന്റെ കളറും നഷ്ടപ്പെടാൻ ഇത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് കാരണമാകും. ഇതൊരു 1:50 ആണ് ഇതിന്റെ റേഷ്യോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. നിങ്ങളുടെ വാഹനം ഇതിലേക്ക് എഴുതാവും. ഇത് വീഗാസ്റ്റാറിന്റെ വാഷ് ആൻഡ് വാക്സ് കാർ ഷാമ്പൂ ആണ്. എന്തിനാണ് ഈ വാഷ് ആൻഡ് വാക്സ് ഫോമിംഗ് കാർ ഷാമ്പൂ ഉപയോഗിക്കുന്നത് പറയാം? നമ്മളിന്ന് മാർക്കറ്റിൽ ഏതൊരു വാഹനത്തിന്റെയും വാക്സ് കോട്ടിങ്ങിന് 1000 മുതൽ 1500 വരെ കാർ വാഷിംഗ് സെന്റേഴ്സ് ഈടാക്കാറുണ്ടല്ലോ. അപ്പൊ ഇത് ഈ വാഷ് ആൻഡ് വാക്സ് കാർ ഷാമ്പൂ ഒരു വാഷ് ചെയ്താൽ അബ്സല്യൂട്ട്ലി ഒരു വാക്സ് കോട്ടിങ്, അത് 7 to 14 ഡേയ്സ് ആ ഒരു വാക്സ് ഫിനിഷ് നിങ്ങളുടെ വാഹനത്തിൽ കിട്ടും. നിങ്ങളൊരു കാർ വാഷിംഗ് ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ശരിക്കും കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടേതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കണം. ഇതിലും നമ്മുടെ കാർ ഷാമ്പൂയിൽ പറഞ്ഞ അതേ സ്റ്റാൻഡേർഡ് തന്നെയാണ്. നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾക്കെല്ലാം യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് എന്തിനാണ് വീഗാസ്റ്റാറിന്റെ കാർ ഷാമ്പൂ അല്ലെങ്കിൽ കാർ കെയർ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതെന്ന്. നമ്മൾ വളരെ വളരെ കണിശമായി പാലിക്കുന്ന യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ്. യൂറോപ്പിൽ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പല കെമിക്കൽസും യൂറോപ്പിൽ ഉപയോഗിക്കാൻ പറ്റില്ല.
ആ ഒരു സ്റ്റാൻഡേർഡ്സ് ആണ് വീഗാ സ്റ്റാറിന്റെ കാർ കെയർ പ്രൊഡക്റ്റ് എന്നുള്ളത്. വീഗാ സ്റ്റാറിന്റെ ഗ്ലാസ് ക്ലീനർ ആണ്. ഇന്ന് 65% മാനുഫാക്ചേഴ്സും ഉപയോഗിക്കുന്നത് അമോണിയ കണ്ടന്റ് ചേർന്ന ഗ്ലാസ് ക്ലീനേഴ്സ് ആണ്. അമോണിയ കണ്ടന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡീഗ്രീസ് ചെയ്യാനാണ്. ശരിക്കും ഗ്ലാസ്സിൽ ഡീഗ്രീസ് ചെയ്യേണ്ട, നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഡീഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിൽഡിങ്ങുകളുടെ ഗ്ലാസുകൾ, അതുപോലെ തന്നെ ജനലകളൊക്കെ ക്ലീൻ ചെയ്യാൻ ഡീഗ്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വാഹനത്തിന്റെ ഗ്ലാസ് ക്ലീനർ അത് സ്പെഷ്യലി മെയ്ഡ് ഫോർ വെഹിക്കിൾസ് ആയിരിക്കണം. കാരണം ഇതിൽ അമോണിയ കണ്ടന്റ് ഇല്ല എന്ന് മാത്രമല്ല, സീറോ അമോണിയ കണ്ടന്റ് ആണെന്ന് മാത്രമല്ല, ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൽക്കഹോൾ, 2 തരം ഗ്ലാസ് ക്ലീനേഴ്സ്. പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്, 2 തരം ഗ്ലാസ് ക്ലീനർ ഉണ്ട്. എല്ലാ ഗ്ലാസ് ക്ലീനറും വാഹനത്തിന്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കരുത്. നിങ്ങളുടെ വാഹനത്തിൽ കൂടുതൽ ഫോഗ് വരുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പരിഹാരമായിരിക്കും. കാരണം ഫോഗിനെ നീക്കം ചെയ്യാൻ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചാൽ മതി. ഓൺസ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിരിക്കണം. ഇത് വീഗാ സ്റ്റാറിന്റെ ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ് ആണ്. ശരിക്കും നമ്മൾ പ്രൗഡ്ലി പ്രസന്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ടയർ പോളിഷ് ആണ്. നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്ന ടയർ പോളിഷ് ക്രീം ബേസ്ഡ് ആയിരിക്കും. ഇതൊരു ഫ്ലൂയിഡ് ആണ്, ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടയർ പോളിഷ് ആണ്. ടയർ പോളിഷിൽ ഒരുപാട് പേര് ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. കാരണം ബാറ്ററി കോമ്പൗണ്ട് എല്ലാം ഉപയോഗിക്കും, യൂസ്ഡ് ഓയിൽ ഉപയോഗിക്കും, അതുപോലെ കൊക്കക്കോള ഉപയോഗിക്കും. ഇതെല്ലാം ടയറിന്റെ ഡ്യൂറബിലിറ്റി കുറയ്ക്കുന്നതാണ്, ടയറിന്റെ പെർഫോമൻസ് കുറയ്ക്കുന്നതാണ്. പൊട്ടിത്തെറിക്കാൻ വരെ കാരണമാകുന്ന കെമിക്കൽസ് ആണ് അത് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഓയിൽ ബേസ്ഡ് കണ്ടന്റ് ആയിട്ടുള്ള ഒരു കെമിക്കൽസും ടയറിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളത് ഉപയോഗിച്ചിരുന്നു, മുമ്പ് ഉപയോഗിച്ചിരുന്നു. ഒരു 2 കൊല്ലം മുന്നേ നമ്മളത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം കണ്ടുപിടിച്ചൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇന്ന് വരെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മുടെ ഓൺ ഇ-കൊമേഴ്സ് സ്റ്റോറിലെല്ലാം 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള, എല്ലാവരും ഉപയോഗിച്ച് ഇന്ന് ഒരാള് പോലും ബാഡ് കമന്റ് പറയാത്തൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ടയർ പോളിഷ്. 1:1 റേഷ്യോ. ഇത് നമ്മൾ തരുന്നത് നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റിയ പാകത്തിലാണ്. 1:1 റേഷ്യോയിൽ ബെറ്റർ പെർഫോമൻസ്, 4 to 5 days ഗ്യാരണ്ടീഡ് റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ വീഡിയോ ലെങ്ത് കൂടുമെന്നുള്ള ഭയം കൊണ്ട് ശരിക്കും ഇതിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ കസ്റ്റമർ കെയറോട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാർ കെയർ പ്രൊഡക്റ്റ്, നമ്മുടെ സിഗ്നേച്ചർ പ്രൊഡക്റ്റ് തന്നെയാണ് ടയർ പോളിഷ്. ഇത് വീഗാ സ്റ്റാറിന്റെ ഡാഷ്ബോർഡ് ഷൈനർ ആണ്. എല്ലാ ഡാഷ്ബോർഡ് ഷൈനറും അല്ല. കാരണം പല ഡാഷ്ബോർഡ് ഷൈനർ ഉപയോഗിക്കുമ്പോൾ കയ്യില് നമുക്ക് സ്റ്റിയറിംഗിലെല്ലാം നമ്മൾ തേച്ചാൽ കയ്യിൽ ഓയിൽ അംശം പറ്റാറുണ്ട്. ഇത് ഓയിൽ അംശം പറ്റില്ല എന്ന് മാത്രമല്ല, ഡാഷ്ബോർഡ് അത് അബ്സോർവ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ളത്. വിനയിൽ ഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കാം, അതുപോലെ ലെതർ സീറ്റുകൾ നമുക്ക് ഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇതൊരു മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് പോളിഷ് ആണ്. ഇതിന്റെയും റേഷ്യോ 1:1 തന്നെയാണ്. 1:1 ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. കൂടുതൽ ചെയ്യാൻ കേട്ടോ, പക്ഷെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 1:1 റേഷ്യോ ആയിരിക്കുന്നത്. ഇതാണ് വൈപ്പർ ഫ്ലൂയിഡ്. വൈപ്പർ ടാങ്കിൽ ഒഴിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് ഞാൻ ഈ ചെറിയ ബോട്ടിൽ, ഇത് സിംഗിൾ യൂസിന് വേണ്ടിയുള്ളതാണ്. ഒരു ടാങ്കിൽ ശരിക്കും ഇതിന്റെ ഹാഫ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഫോഗിന്റെ പ്രശ്നം നിങ്ങളുടെ കസ്റ്റമർക്കോ നിങ്ങൾക്കോ ഫോഗിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഉത്തമ പരിഹാരമായിരിക്കും ഇത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇതിലും അമോണിയ കണ്ടന്റ് ഇല്ല. ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഫോഗിന്റെ പ്രശ്നം നിങ്ങൾ ഒരു പരിധി വരെ ഈ വൈപ്പർ ഫ്ലൂയിഡ് ഒഴിക്കുന്നതുകൊണ്ട് നിങ്ങളെ സഹായിക്കും. ഇത് വീഗാ സ്റ്റാറിന്റെ കാർ ഇന്റീരിയർ ക്ലീനറാണ്. നിങ്ങളുടെ കസ്റ്റമർക്ക്, നിങ്ങളൊരു കാർ വാഷിംഗ് സെന്റർ ഉടമയാണെങ്കിൽ അല്ലെങ്കിൽ കാർ വാഷിംഗ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന കസ്റ്റമർക്ക് ഇതിന്റെ 100 ml മതിയാവും. ഹൈ റെസൊല്യൂഷൻ 100 ml 5 ലിറ്റർ വെള്ളത്തിൽ, അതായത് 1:50 ആണ് ഇതിന്റെ ഡൈല്യൂഷൻ റേഷ്യോ. ഒരു വാഹനം, ഒരു SUV കംപ്ലീറ്റ് ആയിട്ട് ഇന്റീരിയർ ക്ലീൻ ചെയ്യാൻ 100 ml മതിയാവും. വളരെ ഇഫക്റ്റീവാണ്. ജസ്റ്റ് സ്പ്രേ ചെയ്ത് വൈപ്പ് ഔട്ട് ചെയ്താൽ തന്നെ വിനയിൽ സീറ്റെല്ലാം നന്നായിട്ട് ക്ലീൻ ആവും. അതുപോലെ തന്നെ വാഹനത്തിന്റെ റൂഫ് ക്ലീൻ ചെയ്യാൻ എല്ലാവരും പല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് പരാജയപ്പെട്ടവരെല്ലാം ഫൈനലി എത്തി നിൽക്കുന്നത് വീഗാ സ്റ്റാറിന്റെ ഇന്റീരിയർ ക്ലീനറിലാണ്. കാരണം റൂഫ് ക്ലീൻ ചെയ്യാൻ ഇതിലും നല്ലൊരു പ്രൊഡക്റ്റ് ഇല്ലെന്നാണ് എന്റെ കസ്റ്റമേഴ്സ്
കഴിഞ്ഞ 5 കൊല്ലത്തെ പരിചയം, കഴിഞ്ഞ 5 കൊല്ലത്തെ കസ്റ്റമറുടെ അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലാകുന്നു. ഇത് വികാസ്റ്റാറിന്റെ വാട്ടർ ബേസ്ഡ് എയർ ഫ്രഷ്നറാണ്. എന്താണ് വാട്ടർ ബേസ്ഡ് എയർ ഫ്രഷ്നർ പലരും ചോദിക്കാറുണ്ട്. ഇന്ന് നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായുള്ള എയർ ഫ്രഷ്നേഴ്സ് എല്ലാം ആൽക്കഹോൾ ബേസ്ഡ് ആണ്. ആൽക്കഹോൾ ബേസ്ഡ് എയർ ഫ്രഷ്നേഴ്സിന്റെ പ്രശ്നം, അത് ഫില്ല് ചെയ്യാൻ എയറോസോളിലെ ഫില്ല് ചെയ്യാൻ പറ്റും. ഫില്ല് ചെയ്താൽ തന്നെയും 33 ml കംപ്രസ്ഡ് എയറും 33 ml LPGയും 33 ml ആണ് ആൽക്കഹോൾ മിക്സ് ചെയ്ത പെർഫ്യൂം ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻ നിങ്ങൾക്ക് കിട്ടുന്ന 100 ml എയർ ഫ്രഷ്നേഴ്സിൽ 33 ml എയർ ഫ്രഷ് ഉണ്ടാവുള്ളൂ. ഇത് 100 ml 500 ml 200 ml ഏതിലും നിങ്ങൾ ഇത് 500 ml 500 ml എയർ ഫ്രഷ് ഉണ്ടാവും. വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള വാട്ടർ ബേസിൽ ഡ്യൂറബിലിറ്റി കുറവും, കാരണം വേപ്പറായി ആവിയായി പോകും, നിങ്ങൾക്കറിയാം. അപ്പൊ ഇത് വാട്ടർ ബേസ്ഡ് എയർ ഫ്രഷർ ഉപയോഗിച്ചാൽ അത് മാത്രമല്ല എയർ പൊല്യൂട്ടഡ് ആവില്ല. കാറിന്റെ ഉൾവശം വളരെ ചെറുതല്ലേ, ആ ഉൾവശത്തിൽ LPGയും കംപ്രസ്ഡ് എയറും വന്നാൽ പൊല്യൂട്ടഡ് ആകുന്ന എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. വാട്ടർ ബേസ്ഡ് എയർ ഫ്രഷർ ആണെങ്കിൽ ആസ്മ പോലുള്ള അലർജിയുള്ള ആർക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. 6 വയസ്സുള്ള കുട്ടിക്കും 60 വയസ്സായ ആൾക്കും ഈ സാധനം ഉപയോഗിക്കാം. ലോങ് ലാസ്റ്റിംഗ് വികാസ്റ്റാർ തരുന്ന ഗ്യാരണ്ടി 6 to 8 അവർ ലോങ് ലാസ്റ്റിംഗ് ആണ്. 19ഓളം വ്യത്യസ്ത മണങ്ങളിൽ വികാസ്റ്റാറിന്റെ എയർ ഫ്രഷ്നർ വിപണിയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് 500 ml 200 ml 5 ലിറ്റർ ഏത് പാക്കിങ്ങിലും നിങ്ങൾക്ക് വികാസ്റ്റാറിന്റെ പ്രൊഡക്റ്റുകൾ കിട്ടും. ഇത് വികാസ്റ്റാറിന്റെ വാട്ടർ സ്പോട്ട് റിമൂവർ. 60 ലക്ഷം പേര് ഏറ്റെടുത്ത ഒരു വീഡിയോ ഈ ഒരു പ്രൊഡക്റ്റ് മൂലമായിരുന്നു. വികാസ്റ്റാറിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം കണ്ടുപിടിച്ച ഒരു പ്രൊഡക്റ്റാണ്. ശരിക്കും 3 മാസം കൊണ്ട് 10,000 ആൾക്കാർ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റാണ് വാട്ടർ സ്പോട്ട്. അതായത് കാറിലെ വാട്ടർ സ്പോട്ട്, മിനറൽ ഡിപ്പോസിറ്റ് മൂലം ഉണ്ടാകുന്ന വാട്ടർ സ്പോട്ടുകൾ റിമൂവ് ചെയ്യുന്ന, മറ്റേത് കെമിക്കൽസ് ഉപയോഗിച്ചാലും എന്ത് കാർ ഷാമ്പു അല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ചാലും ആ ഒരു മിനറൽ ഡിപ്പോസിറ്റ് പോകില്ല. ഇതൊരു മാജിക്കൽ പ്രൊഡക്റ്റാണ്. നമ്മളെ ബൾക്ക് പാക്കിങ്ങിൽ, കാർ വാഷിംഗ് സെന്റേഴ്സിന് വേണ്ടി ബൾക്ക് പാക്കിങ്ങിലുണ്ട്. ബൾക്ക് പാക്കിങ്ങിൽ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും കിട്ടും കേട്ടോ. 20 ലിറ്റർ 50 ലിറ്റർ 200 ലിറ്റർ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം നിങ്ങൾക്കായിട്ട് നമ്മൾ തരും. വികാസ്റ്റാറിന്റെ കാർ കെയർ പ്രൊഡക്റ്റുകൾ ഇതൊക്കെയാണ്. അപ്പോൾ വികാസ്റ്റാറിന്റെ മാനുഫാക്ചറിംഗിൽ നമ്മൾ കുറെ വാല്യൂസ് നമ്മൾക്കുണ്ട്. കാരണം വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും മാനുഫാക്ചറിംഗിൽ പാലിക്കാറുണ്ട്. ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ ഇപ്പോൾ വികാസ്റ്റാറിന്റെ അടിസ്ഥാന നയം. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും, വികാസ്റ്റാറിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും pH ബാലൻസ്ഡ് ആണ്. ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രിസർവേറ്റീവ്സ് ആയിട്ട് 90%, അൺഫോർച്ചുനേറ്റ്ലി 90% മാനുഫാക്ചേഴ്സും പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഫോർമാലിനാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഫോർമാലിൻ ഉപയോഗിക്കാൻ പാടില്ല. അതൊരു ഒഫൻസ് ആണ്. എന്നിട്ട് കൂടി ആൾക്കാർ ഉപയോഗിക്കുന്നു. നമ്മൾ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആണ് ഉപയോഗിക്കുന്നത്. വില കുറച്ച് കൂടുതലാവും, പക്ഷെ ആരുടെയും ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു പ്രൊഡക്റ്റ്. വികാസ്റ്റാറിന്റെ തുടക്കത്തിൽ ഞങ്ങൾ തീരുമാനിച്ചൊരു വിഷയമാണ്. ആർക്കും, ഭൂമിക്കും, മനുഷ്യർക്കും, ഭൂമിയിലുള്ളവർക്കും ഹാനികരമാകുന്ന ഒരു പ്രൊഡക്റ്റ് വികാസ്റ്റാറിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് പുറത്തേക്ക് പോകില്ല എന്നുള്ളത്. അത് നമ്മുടെ ഒരു നയമാണ്. ആ നയം നമ്മൾ എന്നും കാത്തു സൂക്ഷിക്കും. അതുപോലെ തന്നെ അമോണിയ, യൂറിയ പോലുള്ള ഒരു പ്രൊഡക്റ്റുകളും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ കമ്പനിയിലേക്ക് കയറ്റിപ്പോയി പോലുമില്ല. വികാസ്റ്റാറിന്റെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ISO സർട്ടിഫിക്കേഷൻ, ISO സർട്ടിഫൈഡ് കമ്പനിയാണെന്ന് മാത്രമല്ല എല്ലാ പ്രൊഡക്റ്റുകളും ISO സർട്ടിഫൈഡ് ആണ്. UASL UK ബേസ്ഡ് സ്റ്റാൻഡർഡൈസേഷൻ കമ്പനിയാണ്. UASLന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആക്യുറേറ്റ് സർട്ടിഫിക്കറ്റ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെയും സ്റ്റാർട്ടപ്പ് കേരളയുടെയും റെക്കഗ്നേഷൻ ഉള്ള കമ്പനിയാണ് വികാസ്റ്റാർ ഹൈജീൻ സൊല്യൂഷൻസ്.